നമസ്കാരം. സൺഡേ സ്പെഷ്യൽ റിയൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ പിന്തുടരുന്ന ഒരു രീതിയുണ്ട്. റിയൽ റിയാക്ഷൻ വീഡിയോയ്ക്ക് ഒരു തീമൊന്നും ഇല്ല എങ്കിൽ കൂടെ ഞാൻ തിരഞ്ഞെടുക്കുന്ന റീലുകളിൽ ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത്തിരി മോട്ടിവേഷനുള്ള സംഗതിയായിരിക്കും. വലിയ ചിലവൊന്നും ഇല്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വരുന്ന ഒരു സാധനമാണല്ലോ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് മറ്റേ കണാകുണ മോട്ടിവേഷൻ ഒന്നുമല്ല. ഒരാളുടെ ജീവിതത്തിൽ നിന്ന് അയാൾ അറിയാതെ നമ്മൾ എടുക്കുന്ന മോട്ടിവേഷനാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സഞ്ജു ടെക്കിനെയാണ് ആദ്യത്തെ റിയൽ റിയാക്ഷനിൽ ആഡ് ചെയ്തത്. ഇന്ന് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു ചെങ്ങായി നിങ്ങൾ ഞെട്ടും. അയാളിൽ ഒരു വലിയ കൂട്ടം ആളുകൾ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയൊന്നും നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ മകനോ മകൾക്കോ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സുരേന്ദ്രൻ ജി, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഒന്ന് കാണണം. പണ്ട് ഞാനൊരു മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കാൻ പോയ സമയത്താണോ MLMകാരുടെ മീറ്റിങ്ങിനകത്ത് പെട്ടുപോയപ്പോഴാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിനകത്തെ മോട്ടിവേഷൻ സ്പീക്കർ ഇങ്ങനെ പറയാണ്, നിങ്ങൾ വീട്ടിൽ കാർ ഷെഡ് പണിയുമ്പോൾ 2 കാർ ഇടാനായിട്ടുള്ള സ്പേസ് പണിയണം. നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് 2 കാറാണ് എന്നുണ്ടെങ്കിൽ 3 കാർ ഇടാനായിട്ടുള്ള സ്പേസ് അവിടെ പണിയണം. അമ്പോ, ഞാനങ്ങ് മോട്ടിവേറ്റഡ് ആയിപ്പോയി. പക്ഷേ അത് റിയൽ ലൈഫിൽ കാട്ടിത്തന്ന ഒരു വ്യക്തിയാണ് സുരേന്ദ്രൻ ജി. BJPയുടെ ആസ്ഥാന മന്ദിരം മർദ്ദ സമയത്ത് ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചു, ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക മുറി BJPക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ആണോ? അയ്യടാ പാവം. BJPയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രിക്കായി കരുതി വെക്കുന്ന ഒരു മുറിയുണ്ട് എന്ന് കേട്ടിരുന്നു. ആ മുറിയാണ്. വൈകാതെ കേരളത്തിൽ BJPക്ക് മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം വേണ്ട. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഈ ബാൽക്കണി ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നിന്ന് നേതാക്കൾ തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അണികൾ താഴെ വന്ന് ആഹ്ലാദ പ്രകടനം കാണിക്കുമ്പോൾ ഇവിടെ നിന്ന് കൈവീശി കാണിക്കാനുള്ള ഒരു പ്രത്യേക സ്ഥലമാണിത്. ഇത്ര ദീർഘവീക്ഷണത്തോടെ ഇത്ര കോൺഫിഡൻസോടെ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തെ അപ്രോച്ച് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് മക്കളെ ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം. ഈ സാധനം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിടത്തും നിങ്ങൾ പരാജയപ്പെടില്ല. നമ്മളിതിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവരുടെ പ്ലാനിൽ കറക്റ്റായിട്ടുണ്ട്. കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്ത് ഭംഗിയായിട്ടാണ് അവരിത് ചെയ്യുന്നത്. മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന പങ്ക്തിയിൽ അവസാനത്തെ ആ ഒരു പാർട്ടിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ഞാൻ മോട്ടിവേഷൻ വേറെ ഒരിടത്തു നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രിയ ബഹുമാന്യനായിട്ടുള്ള സുരേന്ദ്രൻ ജി ആദ്യം തന്നെ ആഡ് ചെയ്തത്. ഇനി ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടാമെന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരാളം റീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പെറ്റി അടിക്കുന്ന സമയത്ത് പെറ്റി എങ്ങനെ നേരിടാം എന്നുള്ളത് ഒരു ചേട്ടായി കാണിച്ചു തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഭയങ്കര രസമാണ്. ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയാണ്. ഇൻസ്റ്റഗ്രാമിൽ പലയിടത്തും ഇത്തരത്തിലുള്ള റീലുകളുണ്ട്. അതിങ്ങനെയാണ്. പിടിച്ചേക്കണ കണക്കുണ്ട്. ലൈസൻസ് ഞാൻ പഠിത്തരാം. പൈസ ഒരു കഥയല്ലേ. പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ലൈസൻസ് ഞാൻ എടുത്തുതരാം. ഞാൻ ഇത് ഓവർ പ്രഷർ ഇരിക്കുന്നു. എനിക്ക് കുറച്ച് ടൈം വേണം. എല്ലാം കൂടി മറിഞ്ഞിട്ട് കടവാണ്ട്. زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا ഇങ്ങനെ കാണാം. പൈസ ഇങ്ങനെ കൊള്ളലാ പിടിക്കരുത്. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നല്ലേ അല്ല, എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പിടിക്കും. ആർക്കറിയാം സർക്കാരിന്റെ ധനപ്രതിസന്ധി ഇമാതിരിയുള്ള ആ ഒരു കൂടോത്രത്തിലോ തുപ്പിലോ ഒക്കെ ആണോ എന്ന് ആർക്കറിയാം? അണ്ണന്റെ ബുദ്ധിമുട്ട് അണ്ണനറിയാം. ഫോട്ടോ എടുക്കുന്നത് അറാമാണെന്ന് പറഞ്ഞൊരു കാലത്തും പഠിക്കുന്നത് അറാമാണെന്ന് പറഞ്ഞൊരു കാലത്തും ലൈസൻസിന് അപേക്ഷിക്കേണ്ട എന്ന് തീരുമാനിച്ച അണ്ണന് മാറുന്ന കാലത്തിന്റെ രീതികളൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇനി അടുത്ത റീലിലേക്ക് പോകുമ്പോഴത്തേനും അതും പോലീസിന്റെ മുൻപിലുള്ള ഒരു പ്രത്യേകതരം അപ്രോച്ചാണ്. ഞെട്ടിപ്പോയി. അയാൾക്ക് എന്താണ് പറ്റിയെന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഉറക്കത്തിൽ എങ്ങനെ പറഞ്ഞു വരിക? എങ്ങനെ ചടക്കി ഇതേ നിങ്ങൾക്കും പറ്റുള്ളൂ. നിങ്ങൾക്ക് വേറെ ആരെ പിടിക്കാൻ പറ്റില്ല. കുട്ടിയുടെ വൈദ്യക്ക് ഒരു മുടി നീട്ടിട്ട് 3 എണ്ണം ബൈക്ക്മെൻ നിരത്തിപ്പോവും. ഒരിടത്തും പിടിക്കൂല. അത്യാവശ്യം പാവപ്പെട്ടാണ് മാത്രം പിടിക്കും. നോക്കിക്കോണങ്ങളൊക്കെ ആയിരം തീവ്രമായിട്ടുള്ള പ്രാക്കാണല്ലോ. ഭരണവിരുദ്ധ വികാരമാണോ?
അതോ ഇനിയിപ്പം സാഹചര്യങ്ങൾ മുഴുവനും വിരുദ്ധമായതുകൊണ്ട് ജനങ്ങൾക്ക് ഭ്രാന്തായി പോയതാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇദ്ദേഹത്തെ കണ്ട സമയത്ത് ഞാൻ അന്ന് വിചാരിച്ച ഒരു സംഗതിയുണ്ട്. അദ്ദേഹം ഏതോ ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. 10,000-18,000 രൂപയാണ് ശമ്പളം ഉള്ളത്. അല്ല, അദ്ദേഹം സെൽഫ് എംപ്ലോയിഡ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഡെയിലി പണിക്ക് പോകുന്നൊരു വ്യക്തിയാണ്. എന്താണെന്ന് പറഞ്ഞാലും രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കാനായിട്ട് വലിയ പാടുണ്ട്. റെസ്റ്റ് എടുക്കാമെന്ന് രാവിലെ വിചാരിച്ചിട്ടും കൈക്ക് വേദന ഉണ്ടായിട്ടും കലിപ്പായിട്ട് എഴുന്നേറ്റ് പണിക്ക് പോവുകയാണ്. ഒന്നെങ്കിൽ എവിടെയെങ്കിലും പണിയേറ്റിട്ടുണ്ടാവും, ഹൗസ് ഓണർ വിളിച്ച് തെറി പറഞ്ഞിട്ടുണ്ടാവും, രാവിലെ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോവുകയാണ്. വരാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്താണ് പോലീസ് വിളിച്ചത്. പിന്നെ അയാൾക്ക് കലിപ്പുണ്ടാവാതിരിക്കുമോ? അയാളെ ഫോൺ അടിച്ച് പൊട്ടിച്ചിട്ട് അതിലങ്ങടെ പിറക്കിയെടുക്കുന്ന ആ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലേ. ഈ പ്രൈവറ്റ് ജോലി, അതേപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് ഡെയിലി പണിക്ക് പോകുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ ഇതാണ്. ഈ കൂലിപ്പണിക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലോറിഫൈ ചെയ്യണമെന്നൊക്കെയുള്ള റിക്വസ്റ്റുകൾ പലപ്പോഴും വരാറുണ്ട്. ഈ കൂലിപ്പണിക്കാരുടെ ഒരു പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. പണിക്ക് പോയില്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല. കൂലിപ്പണി, ഡെയിലി വൈകിട്ട് കൂലി കിട്ടുന്ന പണി. ഡെയിലി വൈകിട്ട് പണിതാലേ കൂലി കിട്ടത്തുള്ളൂ. നമുക്ക് ക്യാഷ്വൽ ലീവ് എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വീക്കെൻഡ് ഓഫുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെയും ശമ്പളം പോകും. സെക്യൂർ അല്ലാത്ത ഒരു ജോബ് മാനേജ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. എന്നാൽ ചില ആളുകൾ അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തി വളരെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കൂലിപ്പണിയിൽ മാത്രം ഒതുങ്ങില്ല, അവർ കോൺട്രാക്റ്റ് ആയിട്ട് വർക്കൊക്കെ എടുത്തങ്ങ് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ കൂലിപ്പണിക്കാർ എന്ന് പറയുന്ന ഒരു ഇത്തിരി ടഫാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ കൂലിപ്പണി ഗ്ലോറിഫിക്കേഷനൊക്കെ കേട്ടിട്ട് കൂലിപ്പണിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം പോവുക. കാരണം നമ്മൾക്ക് എന്താ പറയുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, കമ്പനി തരുന്ന ചില ആനുകൂല്യങ്ങൾ, നമ്മുടെ ലൈഫിൻ്റെ പ്രൊട്ടക്ഷൻസ്, ബാങ്കിൽ നിന്ന് നമുക്ക് നമ്മുടെ ക്രെഡിറ്റൊക്കെ അവർ പരിഗണിച്ചിട്ട് ലോണ് തരുന്ന ചില സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ കൂലിപ്പണി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഒന്നും ആയിരിക്കില്ലല്ലോ പലയിടത്തും. ഈ വീടൊക്കെ പണിയുന്ന സമയത്ത് കൂട്ടിവെച്ച പൈസയൊക്കെ വിതരണം ചെയ്യുന്ന ചില രീതികളൊക്കെ പലയിടത്ത് കണ്ടിട്ടുണ്ട്. വീട് പണിയെ കുറിച്ചിട്ട് പറഞ്ഞല്ലേ, അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട ഒരു റീല് കണ്ടു നോക്കാം. മലയാളി വിദേശത്ത് വാസ്തുവില്ലാത്ത വീട്ടിൽ പാർത്ത് പണമുണ്ടാക്കി നാട്ടിൽ വന്ന് വാസ്തു നോക്കി വീട് പണിയുന്നവനാണ് മലയാളി. വല്ലാത്തയാണ്. വളരെ ശരിയാണ്. ഈ വാസ്തു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വേറെ എന്തിലും നമ്മൾ റിസ്ക് എടുത്താലും വാസ്തുവിൽ റിസ്ക് എടുക്കില്ല. ഞാൻ നാട്ടിൽ വീട് പണിത സമയത്തും ഞാൻ പറഞ്ഞു നമ്മുടെ സ്പേസിനനുസരിച്ചിട്ടുള്ള വാസ്തുവൊക്കെ മതി, സ്പേസ് കോംപ്രമൈസ് ചെയ്തിട്ടുള്ള വാസ്തു ഒന്നും വേണ്ട. അതേപോലെ എൻ്റെ എഞ്ചിനീയറും അവനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കത്തില്ലായിരുന്നു. അപ്പോൾ അവനും പറഞ്ഞു നമുക്ക് സ്പേസ് കളഞ്ഞിട്ടുള്ള വാസ്തു ഒന്നും വേണ്ട. പിന്നെ വീട്ടിലുള്ള ആളുകൾക്കും അതേപോലെ തന്നെ കാണുന്ന ആളുകൾക്കും പണിയുന്ന മേസ്തിരിക്കുമൊക്കെ വലിയ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ വാസ്തുവൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും വീട് പണിതിട്ട് നമ്മൾ ഈ വാസ്തു നോക്കുന്നത് എന്തിനാണെന്നറിയോ? നാട്ടിൽ ഏതെങ്കിലും വീട് പണിതിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നാട്ടുകാരൊന്ന് വാസ്തു നോക്കും. പിന്നെ ആ ഒരു വീട് വിറ്റുപോയില്ല, അങ്ങനെ നെഗറ്റീവ് അടിക്കും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളും അത് നോക്കാൻ നിർബന്ധിതരായി നമ്മുടെ വീടുമൊക്കെ വാസ്തു നോക്കിയൊക്കെ സെറ്റ് ചെയ്തതാണ്. പിന്നെ അവസാനം നമ്മൾ ഗതിയില്ലാതെ അടിയറവ് വെക്കേണ്ടി വരുന്ന സമയത്ത് വാസ്തുവിനെ സയൻസ് ആയിട്ടും കണക്ട് ചെയ്യും. കിഴക്കുനിന്ന് വരുന്ന വെയിലിന് നല്ല അണുനശീകരണ ശേഷിയുണ്ട്. അപ്പോൾ കിഴക്കുന്ന് നമ്മൾ വെയിൽ രാവിലെ കൊണ്ടുവരണം. എന്തുവാ കിഴക്കൻ വെയിലടിച്ചിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ജനലും വാതിലൊക്കെ വിള്ളാൻ തുടങ്ങി. അമ്മാതിരി ചൂടാണ്. എന്നിട്ട് ഞാൻ അവിടെ ഒരു കർട്ടൻ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ കിഴക്കൻ വെയിലും ഇല്ല കാറ്റും ഇല്ലാത്തോട്ട് തടിയെല്ലാം വീണ്ടും. അതേപോലെ തന്നെ ബാത്റൂം വയ്ക്കുന്നത്, കന്നിമൂലം, ഈ പറയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ റീല് ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ വാസ്തുവിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ നാട്ടിൽ വലിയ വിലയൊന്നും ഇല്ലാത്ത പ്ലോട്ടിൽ ബഡ്ജറ്റ് ഹോം വയ്ക്കുന്ന സമയത്താണ് ഇതൊക്കെ നോക്കുന്നത്. ടൗണിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് 3 സെന്റും 2 സെന്റും 1.5 സെന്റിനകത്തൊക്കെ വീട് പണിയുന്ന സമയത്ത് എന്ത് വാസ്തു. ഈ ടൗണിലേക്കൊക്കെ വരുന്ന സമയത്ത് പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ലൈൻസ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും വീടുകൾ ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ ഒരു സ്പേസ് വേക്കൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുന്ന സമയത്ത് കിഴക്കൻ ചെരുവും തെക്കൻ ചെരുവും ഒക്കെ ഉള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. എല്ലായിടത്തും വീടുമുണ്ട്. എല്ലാം നല്ല ഗംഭീര ലാൻഡ് വാല്യൂ ഉള്ള ഏരിയകളുമാണ് എല്ലാം. അപ്പോൾ അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് പൈസയൊക്കെ ഉള്ള അനുസരിച്ചിട്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ഈ വാസ്തുവൊക്കെ. ഉള്ളവൻ സ്ഥലം നോക്കി വാസ്തു നോക്കി വയ്ക്കും, അല്ലാത്തവൻ വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. അതിന് രവിചന്ദ്രൻ സി പറഞ്ഞിരിക്കുന്ന ഒരു ടോക്കുണ്ട്, പണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു ടോക്ക്. ഇപ്പോൾ വാസ്തു നോക്കി പണിത വീട്ടിലെ ആൾക്കും ക്യാൻസർ വരും, അല്ലാത്ത ആൾക്കും ക്യാൻസർ വരും. പക്ഷെ വാസ്തു നോക്കാതെ പണിത ആളുടെ വീട്ടിലെ ക്യാൻസർ വരുന്നത് നമ്മൾ കൂടുതലായിട്ട് പറയും, ബാക്കി നോർമലായിട്ട് കരുതപ്പെടും. അപ്പം അയ്യോ വാസ്തു നോക്കാതെ പണിത വീട്ടിൽ മരണം നടന്നു എന്നൊക്കെ പറയും. വലിയ കഥയൊന്നുമില്ല. ഈ പണ്ട് പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞാലും എന്നെ പണിക്ക് വിടണം എന്നൊക്കെ. എന്താ പോകാത്ത എന്നിട്ട്? അത് പണ്ട് ഞാൻ വിചാരിച്ച് പുറത്ത് പണിക്ക് പോകണമെങ്കിൽ വീട്ടിലത്തെ പണിയൊന്നും എടുക്കണ്ടാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി വീട്ടിലത്തെ പണിയും എടുക്കണം, ജോലിക്ക് പോയാൽ അവിടുത്തെ പണിയും എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ
പോണ്ട വിചാരിച്ചു. ഇതാവുമ്പോ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുതരും, അങ്ങോട്ട് വെക്കുക, തിന്നുക, എവിടെയെങ്കിലും കിടക്കുക. ഇങ്ങനത്തെ ഓരോ ചിന്തകളല്ലേ മനസ്സിലുള്ളത്. എന്തിനാണ് വെറുതെ 2 പണി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിൽ കുറേയധികം ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ചിന്താഗതിയുള്ള ആൾക്കാർ അവിടെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചിട്ടും വീട്ടിൽ കിട്ടാത്ത ഫ്രീഡത്തെ കുറിച്ചിട്ടും ഡിവോഴ്സിനെ കുറിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്യും. എന്താ ഓക്കെ, ഞാൻ വീട്ടിലെ ജോലികളൊക്കെ എടുത്ത് ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയി പട്ടീനെ പോലെ പണിതിട്ട് മച്ചാനെ എന്ന് ഭർത്താവിനോട് പറയുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് നല്ല കോൺഫിഡൻസ്. നല്ലതല്ലേ? വീട്ടിലെ ജോലികൾ അത്ര വലിയ ടഫായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ടഫ് അല്ലെന്നേ, വെറുതെ ചുമ്മാ അടിച്ച് കയറ്റി വിട്ടിരിക്കുന്ന പരിപാടിയാണ് വീട്ടുജോലികൾ. ഭയങ്കര ടഫാണ്. പണ്ട് ഈ 3-4 പശുവും വീട്ടിൽ കുറേയധികം അംഗങ്ങളൊക്കെ ഉള്ള സമയത്താണ് ഈ വീട്ടുജോലി ടഫാവുന്നത്. ഇപ്പം 2 ആൾക്കാർ താമസിക്കുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുക, ക്ലീൻ ചെയ്യുക എന്ന് പറയുന്ന ബേസിക് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ മാത്രമേ വീട്ടുജോലിക്ക് വരുന്നുള്ളൂ. അതിന് വീട്ടിൽ ഒരാളെ ഫുൾ ടൈം ഇരുത്തുക, അതിനു വേണ്ടി ഒരുത്തൻ പോയി പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പണിക്ക് പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിലിരിക്കട്ടെ, എനിക്ക് അതിനകത്തൊരു ആക്ഷേപമില്ല. ഇതൊക്കെ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ചില പ്രശ്നങ്ങളൊക്കെയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്ലാനുകളാണ്. ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈല്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, അതൊക്കെ ഇങ്ങനെ കയറ്റി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരാൾ മാത്രം പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനൊന്നും പറ്റത്തില്ല. കുഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ ഓക്കെ, ടൗണിൽ വല്ലതും പറ്റുമോ? നമ്മുടെ കാർ അപ്ഗ്രേഡ് ചെയ്യണം, നമ്മുടെ ഫ്ലാറ്റ് പുതിയതൊരെണ്ണം വാങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, റെനോവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ലോണൊക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ 2 പേര് പണിക്ക് വേണം. അല്ലാതെ എവിടെയെങ്കിലും ഒതുങ്ങി കൂടി നിൽക്കുന്ന ആളുകൾക്കും വേറെ ജോലിക്കൊന്നും പോകണ്ട, വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്കും വീട്ടു ജോലി അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു വേർഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് മറ്റേ നമ്മുടെ നാട്ടിൻപുറം വൈബ്. ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു വേർഷൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ അയച്ചു തന്നിട്ടാണോ അവിചാരിതമായിട്ട് കണ്ടതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അതിതാണ്. എന്താണ് എൻ്റെ ജോലി എന്ന് ചോദിക്കുന്നവരോട് ഞാനൊരു ഹൗസ് വൈഫാണ്. കുറച്ചും കൂടെ സ്റ്റൈലായിട്ട് പറഞ്ഞാൽ ഒരു ഹോം മേക്കറാണ് കഴിഞ്ഞൊരു 8 വർഷമായിട്ട്. അപ്പം ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്, എനിക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വീട്ടിലിരിക്കാൻ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ ഫ്ലെക്സിബിലിറ്റിയും ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ 2 പേരും മ്യൂച്വലി ഡിസ്കസ് ചെയ്തെടുത്തൊരു ഡിസിഷനാണ് ഞാൻ വീട്ടിലിരിക്കാമെന്നുള്ളത്. അപ്പം ഞാൻ വെറുതെ ഒരു വീട്ടമ്മയല്ല, ഞാൻ സാലറീഡ് വീട്ടമ്മയാണ്. അപ്പം എല്ലാ മന്തിലും എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്കൊരു നിശ്ചിത തുക വരും. അപ്പം തുകയെന്ന് മാത്രമല്ല, എനിക്ക് വർഷാവർഷം ഹൈക്കും കിട്ടാറുണ്ട്. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ചോദ്യം വന്നേക്കാം, എന്തിനാണ് സ്വന്തം മക്കളെയും ഭർത്താവിനെയും നോക്കുന്നതിന് ഇങ്ങനെ ശമ്പളമെന്ന്. അത് എൻ്റെ സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ്. ഞാൻ ജോലിക്ക് പോയാൽ എനിക്ക് അതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ അതെൻ്റെ ഇൻഡിപെൻഡൻസിനും എൻ്റേതായ ആവശ്യങ്ങൾക്കും എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എമൗണ്ടാണത്. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ ബർത്ത്ഡേ, അല്ലെങ്കിൽ ആനിവേഴ്സറി, വാലന്റൈൻസ് ഡേ, പിന്നെ എൻ്റെ പേഴ്സണൽ നീഡ്സിനെല്ലാം ഞാൻ അതിൽ നിന്നാണ് ഞാനെടുത്ത് ചിലവാക്കാറ്. അപ്പം അത് ദാറ്റ് മേക്സ് മീ ഫീൽ ഗുഡ്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം. ഇത് ഞങ്ങളൊരുമിച്ച് ഡിസ്കസ് ചെയ്തെടുത്തൊരു തീരുമാനമാണ് ഞാൻ ജോലി നിർത്തുന്നതിന് മുമ്പ്. ഇതിൻ്റെ പേരിൽ നിങ്ങളാരും വീട്ടിൽ കിടന്ന് വെറുതെ വഴക്കുണ്ടാക്കരുത്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ദിസ് ഈസ് അവർ ചോയ്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. Until we see next time, it's love from me to you. ഇതാണ് പെർഫെക്റ്റ് ഒരു അപ്രോച്ച്. അത് മിക്കവാറുള്ള എല്ലാ പങ്കാളികൾക്കും ഒരു ആഗ്രഹമുണ്ട്. കുട്ടികളെയൊക്കെ പങ്കാളികളിൽ ആരെങ്കിലും ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളത്. നമുക്കൊക്കെ നമ്മുടെ കുട്ടികളെയൊക്കെ ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകാനോ, അങ്ങനെ ഒരാളെ തേടി കണ്ടുപിടിക്കാനായിട്ടോ, അവരെ വിശ്വസിക്കാനായിട്ടോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ ഏൽക്കുകയാണ്, ഞാൻ കുട്ടികളെ നോക്കിക്കോളാം, പങ്കാളികളിൽ ഒരാൾ ഏൽക്കുകയാണ്, അത് ഭയങ്കര വലിയൊരു സംഭവമാണ്. അങ്ങനെ അതൊരാൾ ഏൽക്കുന്ന സമയത്ത് മറ്റൊരാൾ വിചാരിക്കേണ്ടത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാനും കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അയാൾ ആ ഒരു ഉത്തരവാദിത്തം ഏൽക്കുകയാണ്. എൻ്റെ കുട്ടികളാണ്. ഭയങ്കര റെസ്പെക്റ്റ് തോന്നണം. ഇന്നത്തെ കാലത്ത് അത് തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയാണല്ലോ. പിള്ളേരെ ജനിപ്പിക്കുക, നോക്കുക, വീട്ടിലെ പണി ചെയ്യുക എന്നുള്ളതിന് മാത്രമായിട്ട് സ്ത്രീകളെ കൊണ്ടുവന്നിരുന്ന ആളുകൾക്ക്, അത് കണ്ടുപഠിച്ചിരുന്ന ആളുകൾക്ക് ഇതിനകത്ത് ആ ഒരു സ്പെഷ്യൽ റെസ്പെക്റ്റ് തോന്നില്ല. അങ്ങനെ റെസ്പെക്റ്റ് തോന്നുമ്പോൾ അവർക്ക് മാസം പൈസ അല്ല, എന്ത് വേണമെങ്കിലും എടുക്കാനോ കൊടുക്കാനോ ഒക്കെ റെഡി ആവും ആളുകൾ. അതൊരു മോഡേൺ ഫാമിലിയുടെ ഒരു പോസിറ്റീവ് സൈഡാണ്. അത് റെസ്പെക്റ്റ് എന്ന് പറയും. ആ ഒരു റെസ്പെക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം ഒരു വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ്, ഞാൻ പണിക്ക് പോകുന്നു, ഞാൻ കുട്ടികളെ നോക്കുന്നില്ല, കുട്ടികളെ നോക്കുന്നതിനകത്ത് ഇത്തിരി പാടുകളുണ്ട്, പക്ഷെ ഞാൻ നോക്കേണ്ടതാണ്. കുട്ടികളൊരു വ്യക്തികളാണ്, അതുങ്ങൾക്ക് പ്രോപ്പർ കെയർ കിട്ടണം. അപ്പോൾ ഒരാൾ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം. ഇവരെല്ലാം ഇങ്ങനെ വ്യക്തികളായിട്ട് കണ്ട് ബഹുമാനിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ആ ഒരു റെസ്പെക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു സുഖം കിട്ടി ഇങ്ങനെയുള്ള 2 റീല് കണ്ടപ്പോൾ. ആദ്യത്തേത് പോട്ടെ, നമ്മുടെ നാട്ടിലുള്ള ഒരു സെറ്റപ്പാണ്, അതിലും ആക്ഷേപങ്ങളൊന്നുമില്ല കേട്ടോ. +1 പബ്ലിക് എക്സാം ആണ്, നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണം.
എവിടെ നിന്നാണ് കയറി വന്നത്? എല്ലാവരും കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ. അടുത്ത ഒരു റീല്. ഒരു ലെസ്ബിയൻ ആയിട്ട് ഒരാള് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എനിക്ക് ഈ LGBTQ കമ്മ്യൂണിറ്റിയോട് എനിക്കൊരു ഹേറ്റ്രിഡോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ള. എനിക്ക് ട്രാൻസ് ഫ്രണ്ട്സ് ഉണ്ട്, ലെസ്ബിയൻ ഗേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. സോ ഐ വുഡ് ബി ഫൈൻ. ഐ എം പേഴ്സണലി നോട്ട് a lesbian. I am straight, so I would explain to them that I am straight, പക്ഷേ I wouldn't hate them for it. Yeah. അവരുടെ ഒരു ഇതെങ്ങനെയാണ്, അവരുടെ നേച്ചർ എങ്ങനെയാണ് ശരിക്കും നിങ്ങളോടുള്ള ഒരു ഇത് ലെസ്ബിയൻസിന്റെ? എനിക്ക് അങ്ങനെയൊന്നും, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിന്റെ എന്താ ചോദിച്ചത്? അവരുടെ ആ ഒരു നിങ്ങളുടെ അടുത്ത് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, അവര് പ്രപ്പോസ് ചെയ്യാൻ പോവാറുണ്ടോ? അങ്ങനെ ഇല്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവർക്കറിയാം ഞാൻ സ്ട്രേറ്റ് ആണ്. അപ്പൊ അവര് എന്റെ അടുത്തോട്ട് വന്ന് അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. കാരണം they know my sexuality and they respect it. ഇതെന്താ മാപ്സ്റ്റിക് മീഡിയോ? ആ ഒരു ചാനലിൽ നിന്ന് എമ്മാതിരി വെളിവുകെട്ട ചോദ്യമായിട്ടാണ് കുറെ എണ്ണം മൈക്കായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നത്. വാളി ചോദ്യങ്ങൾ. എന്ത് ചോദ്യമാണത്? എനിക്ക് മനസ്സിലായില്ല. ഇത്ര ബോധമില്ലേ? ഓക്കെ, ഈ ചോദ്യം ചോദിച്ചവൻ ഹെട്രോസെക്ഷൽ ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ അവനാണും അവന് പെണ്ണിനെ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, അതാണ് അവൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ. അപ്പോൾ അവന് ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ വലിയ ജിജ്ഞാസയാണ്, അറിവില്ലാത്ത സമയത്ത് അവൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? താങ്കൾക്ക് ഗേ ലെസ്ബിയൻ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ താങ്കളോട് എങ്ങനെയാണ്? നീ ഹെട്രോസെക്ഷൽ അല്ലേ, നീ ബാക്കിയുള്ള സ്ത്രീകളോട് എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാരും ഇവരോട്. അല്ലാതെ വേറെ ഈ ഹെട്രോസെക്ഷൽ അല്ലാത്ത ഓറിയന്റേഷൻ ഉള്ള ആൾക്കാരല്ല ഇങ്ങനെ സെക്സിന് വേണ്ടി ഇങ്ങനെ നടക്കുന്ന ആൾക്കാരല്ല. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കേൾക്കുന്ന സെക്ഷൽ ക്രൈംസിലൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരാണ്. എന്നെ പോലെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു വലിയ കൂട്ടം ആളുകളെ പോലെയുള്ള ആളുകളാണ്. എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും ഈ അപമാനം ഏൽക്കേണ്ടി വരാറുണ്ടോ? നിങ്ങൾ സ്ത്രീകളെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണോ എന്നൊന്നും ആരും നമ്മളോടൊന്നും ഡയറക്റ്റ് ചോദിക്കാറില്ല. അവിടെ നമ്മൾ പക്വതയോടെ പറയും എല്ലാ ആൾക്കാരും അല്ല, ചില ആളുകൾ അങ്ങനെയുണ്ട്. അത് എല്ലാ സെക്ഷൽ ഓറിയന്റേഷനകത്തും സെക്ഷുവാലിറ്റിക്കകത്തും ഒക്കെ ഉണ്ടേ. ഇതെന്തൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ ഗേ ലെസ്ബിയൻ ആയിട്ടുള്ള ആൾക്കാരൊന്ന് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, ബാക്കിയുള്ള ആൾക്കാർ ആര് പ്രപ്പോസ് ചെയ്താലും, ഇപ്പം നീ ഇമാതിരി വാളി മൈൻഡുമായിട്ട് ഒരു പെൺകൊച്ചിൻ്റെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ആ പെണ്ണ് പറയും എനിക്ക് താല്പര്യമില്ല ചേട്ടാ. അതേപോലെ തന്നെ ഉള്ളൂ ഇപ്പോൾ ഒരു ഗേ ആയിട്ടുള്ള ആളും എന്ന് പറഞ്ഞാലും ലെസ്ബിയൻ ആയിട്ടുള്ള ആളും എന്ന് പറഞ്ഞാലും. അപ്പോൾ അവിടെ നമ്മൾ പറയും സെക്ഷൽ ഓറിയന്റേഷൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം എന്നുള്ളതല്ലാതെ ഇതിനകത്തൊക്കെ എന്തുവാടെ ഇത്ര വലിയ കണ്ടന്റ്? അയ്യോ, എനിക്ക് ഇമാതിരി സാധനം കാണാൻ വയ്യ. ഇനി അടുത്ത റീലിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു, ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ലൈഫിനെ നോക്കി കാണുന്ന ഒരു തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇത് നോക്കി, ഞാൻ എൻഗേജ്ഡ് ആണ്. എന്റെ വൈഫിന്റെ പബ്ലിക് അക്കൗണ്ട് ആണെന്ന് വിചാരിച്ചോ, ഒരു ആർക്കും ഫോളോ ചെയ്യാം പബ്ലിക് അക്കൗണ്ട് ആണെങ്കിൽ. ഒരു 1000, 1500, 2000 എന്തായാലും പെൺകുട്ടികൾ ഇങ്ങനെ പബ്ലിക് പ്രൊഫൈൽ ഇടുമ്പോൾ ആണുങ്ങൾക്ക് ഇതിലേറെ ഫോളോവേഴ്സ് കയറും. ഇതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എനിക്ക് എന്റെ പെണ്ണിനെ ഞാൻ നല്ല വാല്യൂ എടുക്കുന്നതാണ് അല്ലേ. ഇവിടെ ഫോട്ടോ ഒരുത്തം ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ അങ്ങനെ കാണാം, ഇരിക്കാൻ രസമായിക്കും. നമ്മളങ്ങനെ നോക്കട്ടല്ലേ, ടോയ്ലറ്റിൽ ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ അധികം ആൾക്കാരും ഇവിടെ ഇരിക്കുന്നവരൊക്കെ. നിങ്ങളൊന്ന് ആലോചിക്കാം ആ സന്ദർഭം. നിങ്ങളെ പെണ്ണിന്റെ ഫോട്ടോ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ കണ്ട് അത് അങ്ങനെ ആലോചിച്ചാൽ മതി. അത് വേണ്ട, വേറെ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരുത്തൻ രാത്രി കടന്നു പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഓനക്കൊരു വേണ്ടാത്ത സിറ്റുവേഷനിലൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ അത് ആരുമല്ല, ഇന്റെ പെണ്ണോ അല്ലെങ്കിൽ എന്റെ സഹോദരി, അവളെ പ്രൊഫൈൽ പബ്ലിക്കാണ്. അതിലൊരു റാൻഡം ഓൻ എൻഗേജഡ് ആണ്. അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നത് ശരിയല്ല. എന്നാലും പറയുന്നൊരു സംഗതിയുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് മൈത്രേയൻ ഒരു മണ്ടത്തരം പറ്റിയതിനെ കുറിച്ചിട്ട് എവിടെ പറയുന്നത് കേട്ടു. അപ്പം അയാൾ ഒരു സംവാദത്തിന് പോവുകയാണ്. ഇപ്പോൾ LGBTQ അങ്ങനെയൊക്കെ എന്തോ മോഡേൺ മറ്റേ ലിബറൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ വെച്ചിട്ടുള്ള സ്ഥിരം സംവാദമാണ്. ഇപ്പോൾ പോണത് കാക്കത്തോളജി പഠിച്ചവന്മാരുടെ അടുത്തേക്കാണ് എന്നുള്ളത് പുള്ളിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി ചാടി ചെന്ന് തല വെച്ച് കൊടുത്തത് മുജാഹിദുകളുടെ അടുത്താണ് എന്നുള്ളതാണ് പിന്നീട് ഒരിടത്ത് പുള്ളി പറഞ്ഞത്. അപ്പോൾ അവന്മാരുടെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും, ഇവന്മാരെന്തോ ഈ കാലഘട്ടത്തിന് യോജിച്ചവന്മാരാണ് എന്നുള്ളത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവന്മാരുടെ ഐഡിയ എന്ന് പറയുന്ന തമ്പനയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൈത്രേനെ ഞങ്ങൾ പൊട്ടിച്ചു, കാക്കത്തോളജി വിജയിച്ചിരിക്കുന്നു, സയൻസ് തോറ്റിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമ്പനയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറ്റിക്കപ്പെട്ട 3-4 ടീമുകളാണ് ഇവന്മാരെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു അയ്യോ പാവം പിള്ളേർ, അമ്മമാർ മോഡേൺ പ്രോബ്ലംസ് വിത്ത് മോഡേൺ സൊല്യൂഷനായിട്ട് വന്നിരിക്കുകയാണ്, സംസാരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവന്മാരും മറ്റേ കാക്കത്തോളജിയുടെ ആൾക്കാരാണ് എന്നുള്ളത്. അപ്പോൾ ഇത് മോഡേൺ പിള്ളേരുടെ അടുത്തേക്ക്, ഈ ഒരു കാലഘട്ടത്തിലെ പിള്ളേരുടെ അടുത്തേക്ക് പറഞ്ഞു വെക്കുമ്പോഴത്തേന് സംഭവം ഇത്രേ ഉള്ളൂ. മൂടി പൊതച്ച് കണ്ണ് മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിൽ വീട്ടിൽ പൂട്ടിയിടുക എന്നുള്ളതാണ് അണ്ണൻ്റെ ഉദ്ദേശം. പക്ഷേ കാക്കത്തോളജിയിൽ അങ്ങനെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാത്റൂമിലിരുന്ന് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ പെങ്ങൾ,
നിങ്ങൾ സംരക്ഷിക്കേണ്ട സ്ത്രീകളുടെ ഫോട്ടോ ആരെങ്കിലും കണ്ട് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അവരെ മൂടി വെച്ച് പൂട്ടിയിട്ട് വീട്ടിലിടുക എന്നുള്ളതാണ് അതിൻ്റെ ടോൺ. എൻ്റെ പൊന്നടാവേ, ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? പിന്നെ പെൺപിള്ളേർ വിചാരിക്കുന്ന ഒരു സംഗതിയുണ്ട്, അയ്യോ ഏട്ടായിക്ക് എന്തൊരു കെയറിങ് ആണ്, എത്ര വേറെ റേഞ്ചിലാണ് ഏട്ടായി ചിന്തിക്കണത്, എനിക്ക് എന്തൊരു സംരക്ഷണം കിട്ടും എന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഇത് മറ്റേ ഞാൻ സംരക്ഷിക്കേണ്ട ഒരാളാണ് അവൾ പബ്ലിക് പ്രൊഫൈൽ ഉണ്ടാക്കാതെ നോക്കേണ്ടത് ഞാനാണ്, എനിക്ക് മാത്രം ബുദ്ധിയുള്ളൂ, അവൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഞാനാണ്, ഞാൻ ഇവളിങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി ജനിച്ച ഒരുത്തനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സംരക്ഷിക്കുക, പൊതിഞ്ഞു കൊണ്ട് നടക്കുക, അങ്ങനെ എന്തോ വെച്ച് അനുഭവിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണ് അറിയാതെ 2 ആണുങ്ങളുടെ മുൻപിലേക്ക് തട്ട വിടാതെ പോയി മറന്നുപോയെന്ന് വിചാരിക്കുക. അപ്പൊ ഇവന് ആകെ ഒഫൻഡഡ് ആവും. ഇവൻ പറയും, ഞാൻ ഇത്രമാത്രം ശ്രദ്ധിച്ചിട്ടും നിന്റെ മറ്റേ എന്തോ അത് എന്താ ഔറത്തല്ലല്ലോ, അത് ഇത്തിരി വേറെ വേടാന്ന് തോന്നുന്നു, നിന്റെ ഇത് നിന്നെ സംരക്ഷിക്കാനായിട്ട് നിനക്ക് ഒരു നോട്ടമില്ലല്ലോ, ഞാൻ മാത്രം ഇതിന് എഫേർട്ട് എടുത്താൽ മതിയോ? അത് കുറച്ച് കഴിയുമ്പോഴത്തേന് വേറൊരു രീതിയിലേക്കാവും. നീ അവരെ കാണിക്കാൻ ലെടി പോയെ എന്നുള്ളൊരു രീതിയിലേക്ക് വരും. ഇതിങ്ങനെ തീവ്രമായിട്ട് വരും. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു ജന്തുവിനെ സംരക്ഷിക്കുന്നുണ്ട്, ആട്, പട്ടി, പൂച്ച, കോഴി എല്ലാം തന്നെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ യജമാനനായിട്ടുള്ള നിങ്ങൾ സംരക്ഷിക്കുന്ന സമയത്ത് കൂടെ അങ്ങ് തുറന്നിട്ടപ്പോഴത്തേനെ പുറത്ത് ഇഷ്ടം പോലെ കഴുകന്മാരുള്ള സമയത്ത് കോഴി ഇറങ്ങി അങ്ങ് ഓടി, ദേഷ്യം വരാതിരിക്കുമോ? നല്ല പെട്ട കൊടുക്കുമല്ലേ തിരിച്ചു വരുന്ന സമയത്ത്? പട്ടി ഇറങ്ങി ഓടി, അയലോക്കത്തെ ആൾ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വല്ലതും പറ്റിയാൽ നിങ്ങൾ സംരക്ഷണം കൊടുക്കേണ്ട ആളല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും, അപ്പോൾ ഒക്കെ നിങ്ങൾ മർദ്ദിക്കും. അതുപോലെ തന്നെയുള്ള ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് ഭാവിയിൽ വരുന്നത്. അല്ലാതെ വലിയ കെയർ ഒന്നും കിട്ടത്തില്ല പെണ്ണുട്ടിയോളെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അണ്ണന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ. ഇവിടെ ചങ്ങായിമാരൊക്കെ മനസ്സിലാക്കേണ്ടത് വ്യക്തിയെ അംഗീകരിക്കുക, ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് അംഗീകരിക്കുക. നിന്റെ അത്ര തന്നെ ബോധമുണ്ടേ ആ പെണ്ണിന്, നിന്റെ അത്ര തന്നെ ബോധമുണ്ട്. ഇല്ല എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ അത്ര ബോധമുള്ള ഒരു പെണ്ണിനെ കൂടെ കൂട്ടെ. അപ്പം അതിനറിയാം അതിൻ്റെ ശരീരത്തെ എങ്ങനെ സന്ദർശിക്കണമെന്നുള്ളത്. വല്ലവരുടെയും ബാത്റൂമിൽ നടക്കുന്ന കാര്യം എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ രാവിലെ റീൽ റിയാക്ഷൻ വീഡിയോയ്ക്ക് വേണ്ടി റീൽ ആഡ് ചെയ്ത് നിന്റെ ഈ റീൽ കണ്ടാൽ ഞാൻ ബാത്റൂമിൽ ഇരുന്നിട്ടാണ്. ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. നമുക്ക് അങ്ങനെ എങ്ങനെ എല്ലാം ഇങ്ങനെ ഇതിനു വേണ്ടി തന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിങ്ങളുടെ പങ്കാളികളോട് നടന്നു പോവുകയാണ്, അതിപ്പം ആണിനെതിരെയോ അല്ലെങ്കിൽ പെണ്ണിനെതിരെയോ ഒരു ആക്രമണം ഉണ്ടായി ഒരിടത്തു നിന്ന്, അപ്പം നിങ്ങൾ ഒന്നിച്ചതിനെ നേരിടുക. അപ്പം നിങ്ങൾക്കിപ്പം ആണിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് പെൺകുട്ടി നേരിട്ടാലും കുഴപ്പമൊന്നുമില്ല, തിരിച്ചങ്ങനെ നേരിട്ടാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ സംരക്ഷിക്കുക പരസ്പരം എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നു, നിങ്ങളുടെ പങ്കാളി അവളുടെ ശമ്പളം കൊണ്ട് അല്ലെങ്കിൽ അവളുടെ സേവിങ്സ് കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ സംരക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം വരേണ്ടത്. അല്ലാതെ അവൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമം, അത് നോട്ടമാണെങ്കിലും വിചാരമാണെങ്കിലും അതിനെതിരെ കൊടുക്കേണ്ടത് മാത്രമല്ല സംരക്ഷണം. എന്തൊട്ട് പിള്ളേരാണ്, കുറച്ച് മോട്ടിവേഷൻ ആയല്ലോ. ഇനി 90s നിന്ന് 2K വന്ന ഒരു പെൺകുട്ടിയുടെ വാർത്ത വായന കാണാം. കമിതാവുമൊത്ത് ആലപ്പുഴ ബീച്ചിൽ പോയിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചോളൂ, പണി കിട്ടും, 8ന്റെ തന്നെ പണി കിട്ടും. ഒരുപാട് കാമുകന്മാർക്ക് വെറുതെ ഇരിക്കാനും അതിര് കടക്കുന്ന സ്നേഹപ്രകടനങ്ങൾ പങ്കുവെക്കാനുമുള്ള ഇടമാണ് ആലപ്പുഴ ബീച്ച്. അടുത്ത ആഴ്ച മുതൽ കമിതാക്കൾക്ക് ഇവിടെ പഴയതുപോലെ വരാനാകില്ല. ആലപ്പുഴ ബീച്ചിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? വിനോദസഞ്ചാരികൾ ദിവസേന വന്നുപോകുന്ന ആലപ്പുഴ ബീച്ചിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെ ടൂറിസം പോലീസാണ് 5 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ ബീച്ചിലെ പ്രധാന വഴികളിലാണ് 5 ക്യാമറകളും സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ 4 ഇന്നലെ ബീച്ചിൽ സ്ഥാപിച്ചിട്ടുണ്ട്. റിക്രിയേഷൻ ഗ്രൗണ്ടിന് എതിർവശത്തെ റോഡിൽ ബീച്ചിന് അഭിമുഖമായി 31 മൈൽ തൂണിലാണ് ക്യാമറകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ബീച്ചിന്റെ മധ്യഭാഗമായതിനാൽ 2 കിലോമീറ്റർ ദൂരത്തിലുള്ള ചിത്രങ്ങൾ വരെ വ്യക്തമായി ലഭിക്കാൻ കഴിവുള്ള ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലൂടെ ബീച്ചും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമല്ലാതാക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. അവതാരക ഭയങ്കര വിറ്റാണ്. പിന്നെ ക്യാമറയെ പേടിച്ചിട്ടൊക്കെ പ്രണയിച്ച കാലൊക്കെ ഉണ്ടായിരുന്നടേ എല്ലാവർക്കും എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം വാർത്താവതരണം അങ്ങനെ ആയത്. പിന്നെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന കമിതാക്കൾക്ക് എങ്ങനെയാണ് ക്യാമറ പ്രശ്നം വന്നത്? ഈ ലോകത്തുള്ള എല്ലാ ക്യാമറ കമ്പനികളും ഭയങ്കര കുലങ്കുശിതമായിട്ട് ചിന്തിക്കുന്ന ഒരു സംഗതിയുണ്ട്. മനുഷ്യൻ്റെ കണ്ണാണല്ലോ ഏറ്റവും വലിയ ക്യാമറ. അതിൻ്റെ റേഞ്ച്, അതിൻ്റെ മാക്രോ ഫീച്ചേഴ്സ് എല്ലാം ഗംഭീരമാണ്. അതുപോലൊരു ക്യാമറ ഉണ്ടാക്കാൻ പറ്റണമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. അത് കളർ റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതി, അത് ലൈറ്റ് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു രീതി.
ഭയങ്കര ഗംഭീര ക്യാമറയാണ്. അതുപോലെ ഉണ്ടാക്കാനായിട്ട് പല ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അത്ര വലിയ ക്യാമറ കണ്ണുകളുമായിട്ട് നടക്കുന്ന മനുഷ്യന്മാരെ പേടിച്ചിട്ടില്ല, പിന്നെയാണ് യന്ത്രവൽകൃത ക്യാമറയെ കമിതാക്കൾ പേടിക്കുന്നത്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അവതാരിക ഉദ്ദേശിക്കുന്നത് മറ്റേ ഇത്തിരി കെട്ടിപ്പിടുത്തവും കിസ്സും കുടചൂടലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പിള്ളേരതൊക്കെ മാനേജ് ചെയ്തോളും. നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ പ്രായത്തിൻ്റെ ചില ആവശ്യങ്ങളാണ്. ഇന്ന് വന്ന് സദാചാരം വിളമ്പുന്ന എല്ലാ എണ്ണവും പണ്ട് ക്യാമറ ഇല്ലാത്ത, മനുഷ്യ ക്യാമറ കണ്ണുകളില്ലാത്ത ഏരിയകളിലേക്ക് പ്രണയവുമായി പോയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. പിന്നെ പ്രണയം സെറ്റാവാത്തവനൊക്കെ അതിൻ്റെ ചുരുക്കിൽ ഇവിടെ വന്ന് ഏതെങ്കിലും പെൺകുട്ടിയെ വീട്ടുകാർ അറേഞ്ച് ചെയ്തിരുന്ന സമയത്ത് മാരിറ്റൽ റേപ്പൊക്കെ നടത്തി 2 പിള്ളേരെയൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ സദാചാരം പറയുന്നുണ്ട്. അല്ല, ഇതൊക്കെ മറ്റേ 2 പേര് താല്പര്യപ്പെട്ട് പോകുന്ന കാര്യമാണ്. അതിനകത്ത് താല്പര്യം തോന്നുക എന്ന് പറയുന്നത് ബയോളജിക്കലായിട്ടുള്ള സംഗതിയാണ്. പിന്നെ മൊറാലിറ്റിയുടെ മറ്റേ ഗാഠത അനുസരിച്ചിട്ട് ചില ആളുകൾ തോന്നലുകളെ അടക്കി വെക്കാറുണ്ട്. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, കാരണം ബയോളജിക്കലാണല്ലോ. പിന്നെ പ്രണയിക്കുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷിക്കുന്നത് ഇതെൻ്റെ ജീവിത പങ്കാളിയാണ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ സ്വാതന്ത്ര്യമൊക്കെ കൂടി പോകും. ഇതിനൊന്നും നമുക്ക് തടയാനൊന്നും പറ്റത്തില്ല, ഇതിനൊന്നും പ്രത്യേകിച്ച് സൊല്യൂഷനൊന്നുമില്ല. പിന്നെ വേറെ ചില ആളുകളുണ്ട്, പ്രണയം, ലൈംഗികത, കുടുംബം, ആ ചട്ടക്കൂടിൽ നിൽക്കാതെ ആസ്വാദനത്തിലേക്ക് പോകുന്ന ആളുകൾ. അവിടെയും അവരുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ പബ്ലിക്കായിട്ടുള്ള ലൈംഗിക ബന്ധം മാത്രം നമ്മുടെ നാട്ടിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കുക. പിന്നെ പബ്ലിക്കായിട്ട് സെക്സ് വർക്കിന് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് എന്താ പറയുന്നത്, വിൽപ്പന, പബ്ലിക്കായിട്ട് സെക്സ് ട്രേഡ് നടത്തുക, അതൊക്കെ നമ്മൾ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സാമൂഹ്യ വിരുദ്ധത. ബാക്കിയൊന്നും സാമൂഹ്യ വിരുദ്ധതയല്ല. അതൊക്കെ വിരുദ്ധതയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു വിരുദ്ധതയുടെ ബലങ്ങളാണ്. അപ്പോൾ അതങ്ങനെ വിചാരിച്ചാൽ മതി. രസകരമായിട്ടുള്ള വാർത്താ വായനകൾ അല്ലേ. റിയൽ റിയാക്ഷൻ വീഡിയോയിൽ ആഡ് ചെയ്തില്ലെങ്കിൽ പിണങ്ങി പെട്ടിയെടുത്ത് പോകുന്ന ചില ടീമുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുത്തനാണ് ആഡ് ചെയ്തേക്കാം. അത് ശരിയാ, എല്ലാ മതക്കാരും പൊട്ടന്മാർ തന്നെ. ഇജ്ജ് പറഞ്ഞ പേര് തന്നെ, ഞങ്ങളൊക്കെ മണ്ടന്മാര്. ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുന്ന, മരണത്തിന് ശേഷം ഒരു ജീവിതം ഇല്ലാന്ന് വിശ്വസിക്കുന്ന എന്നെ പോലത്തെ ബുദ്ധിയുള്ളവനെ. അപ്പൊ ഈ ചത്ത് മണ്ണായി കഴിഞ്ഞാല് ഇത് ഓർത്ത് സന്തോഷിക്കാൻ എനിക്ക് എവിടോ ജീവിതം അപ്പോ മരിച്ചതിന്റെ ശേഷം. ഓ, എന്ത് അപാര ബുദ്ധി നട്ട് എനിക്ക് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. മരണശേഷം ഹൂറികളിലൂടെ അടിച്ചു പൊളിക്കാൻ പോകുന്ന ടീമുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഈ ജീവിതം ബാക്കിയുള്ളവരുടെയും അവന്മാരുടെ ദുസ്സഹമാക്കിയിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഓഫറുകളാണ്. അതിനുവേണ്ടി മറ്റേ ചാവേറായിട്ടും തീവ്രവാദിയൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ലൈറ്റ് വേർഷൻസ്, ഇതൊക്കെ നമ്മുടെ നാട്ടുമ്പുറം വേർഷൻസ്. ഇവർക്ക് വേറെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഇനിയിപ്പോൾ മരിച്ചിട്ട് ഇതില്ല എന്ന് ഇവന്മാർ അറിയുമ്പോൾ ഉള്ളൊരു വേദന. മരിച്ചിട്ട് ഇതില്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, മരിച്ചിട്ട് ഇതില്ലെങ്കിൽ ആകെ മൊത്തം മൂഞ്ചലായി പോവില്ലേ. അയ്യേ, എന്തൊരവസ്ഥയായിരിക്കും. ഞാൻ വിചാരിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തന്നെ അത്യാവശ്യം നല്ല കഷ്ടപ്പാടൊക്കെ പല ആളുകൾക്ക് ഉണ്ടായിരുന്നു. എനിക്കൊക്കെ നല്ല നരകം ഫീലൊക്കെ ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് മരണത്തിന് ശേഷം നരകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ ചെന്നിട്ട് ആലോചിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. നരകമല്ലേ, സ്വർഗ്ഗമല്ലല്ലോ. സ്വർഗ്ഗമാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മോറൽ പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ ആകുമ്പോൾ വല്ല ചില്ലറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിട്ട് ഇവിടെ വിട്ടൊക്കെ പോകാൻ പറ്റും. ഇച്ചിരി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ഇവലിസിൻ്റെ മക്കളല്ലേ, പൊളിക്കാലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ മരണശേഷം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ദുരന്തമായിട്ട് ജീവിക്കുന്നത് മണ്ടത്തരാണ്. ഇതില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രാന്തായി പോകും. അങ്ങനെയുള്ള കുറേ അമ്മമാരുണ്ട് കേട്ടോ. ഇനി നമ്മൾ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന പങ്ക്തിയിലേക്ക് പോവുകയാണ്. മോഡിജിയുടെ ഗ്യാരണ്ടിയിൽ ഈ തവണ നമ്മൾക്ക് കാര്യങ്ങൾ നേടിത്തരാനായിട്ട് വന്നിരിക്കുന്നത് സുരേഷ് ജിയാണ്. സുരേഷ് ജിയുടെ ഇലക്ഷൻ പ്രചാരണം കലിപ്പ് മോഡൊക്കെയാണ്. ഇന്നലെ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മറ്റേ വാർഡിൽ ഇലക്ഷൻ്റെ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളെയൊക്കെ എടുത്തിട്ട് അലക്കുന്നത് കണ്ടു. അതേപോലെ അദ്ദേഹത്തിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ദിവസം വൈറലായിട്ടുണ്ടായിരുന്നു. ക്യാം ഓൺ ചെയ്ത് വെയിറ്റ് ചെയ്യണം. ആരായിരുന്നു അല്ലാതെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്തോന്നാണോ ഇത്? എവിടെ നിന്ന് കിട്ടിയോ ഉണ്ടാക്കണേ? ഒന്നും കൊടുക്കട്ടെ സാർ. അവിടെ സംസാരിച്ചു എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് ജനാധിപത്യം എന്നതിന്റെ കുഴപ്പം. ഫോട്ടോ ചിരിക്കണം. ഈ ഫോട്ടോ കമാറും ജോലി അവൻ കാരണോ? ഓക്കെ അല്ലേ? ആ പിള്ളേരുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തോന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ കോൺഗ്രസിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം പത്മജ BJP-യിലേക്ക് പോയി. പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയി.
പത്മജയ്ക്ക് എന്താണ് രാഷ്ട്രീയം എന്നൊക്കെ ഉള്ളത് വലിയ ഒരു കഥയാണ്. അതിനെക്കുറിച്ചിട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്മജ BJP-യിലേക്ക് പോകുമ്പോൾ ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-യുടെ ഒരു പ്ലാൻ ഉണ്ട്. കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു പ്ലാൻ, വിശ്വാസ്യത തകർക്കുക എന്ന് പറയുന്നൊരു പ്ലാൻ. ആ ഒരു പ്ലാനാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. കുഴപ്പമില്ലാത്ത എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും അതിനെ ആ ഒരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. നമ്മളും അതിനെ ഒന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. ഈ കോൺഗ്രസിന്റെ പരാജയം നമുക്ക് കോമഡി ആണെന്നുണ്ടെങ്കിൽ ഇനി കോൺഗ്രസ് തകർന്നാൽ വലിയ അപകടം സംഭവിക്കും. ഈ കോൺഗ്രസ് എന്ന് വെച്ചാൽ ഒരു നെസസറി ഈവിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്ത്യ അല്ലാണ്ടായി പോകും. കോൺഗ്രസ് ആണ് രാജ്യത്തെ പ്രതിനിധിക്കുന്ന പാർട്ടി, ഇന്ത്യയുടെ ദേശീയതയെ പ്രതിനിധിക്കുന്ന, ദേശീയ സമരത്തെ, ദേശീയ പാരമ്പര്യത്തെ പ്രതിനിധിക്കുന്ന വലിയൊരു പാർട്ടിയാണത്. ആ പാർട്ടിയെ നമുക്ക് വിമർശിക്കാം, തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ഇനി നമ്മൾ കോൺഗ്രസിനെ വിമർശിക്കുകയും കോൺഗ്രസിനെ തകർക്കുകയും ചെയ്താൽ, കോൺഗ്രസ് ഇല്ലെങ്കിൽ, കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യ അല്ലാണ്ടായി നമ്മൾ വിചാരിക്കണമല്ല. അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിന്റെ ഒരു വിമർശകൻ എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഇന്ത്യൻ ഭരണഘടനയും അതിന്റെ മൊത്തം സാധനങ്ങളും ആ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, ദേശീയ പാരമ്പര്യം, നെഹ്റു, ഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന ആസാദിൽ കൂടി വളർന്നു വന്ന ഒരു പാരമ്പര്യവും പൈതൃകവും ഇല്ലാതായി. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഭരണഘടനയുടെയും ഒക്കെ മൊത്തം ചുറ്റുപാടുകൾ ഇല്ലാതായി വേറൊരു രാജ്യമായിട്ട് ഇന്ത്യ മാറും. ഒരു ഹിന്ദു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പോലെ ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് പോകും. പെർഫെക്റ്റ് വേർഡാണ് ഹിന്ദു പാകിസ്ഥാൻ. അതിനകത്തെല്ലാം ഉണ്ട്. മതരാഷ്ട്ര ചിന്തയുണ്ട്. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയും ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചെങ്ങാത്ത മറ്റേ സംഘി കൂട്ടുകാർക്കൊപ്പമാണ് എന്നുണ്ടെങ്കിലും ചില സമയത്ത് ഇമാതിരി നല്ല ചില കാര്യങ്ങളൊക്കെ പറയും. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ മറ്റേ TG മോഹൻദാസ് അങ്ങനെയുള്ള ടീമൊക്കെയാണ്. ആ ചാനലുകളിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റിനെ സ്ഥിരമായിട്ട് കാണുന്നത്. പക്ഷെ ഞാൻ കേൾക്കും കേട്ടോ, സരസമായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഇവർക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം അവരുടെ ജീവിതത്തിലുടനീളം അവർ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 93 മുൻപല്ല, 99 ബോധമില്ലല്ലോ, ഈ 2000 മുൻപുള്ള കാര്യത്തിലേക്ക് റിസർച്ച് ചെയ്ത് പോകണം. ഇവരത് കണ്ട ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയം പറയാൻ ഭയങ്കര എളുപ്പമാണ്. അവർക്കെല്ലാം കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. കൊതിയാവാറുണ്ട്. പിന്നെ കോൺഗ്രസിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ആരാ പറഞ്ഞത്? നമ്മുടെ ശ്രീനിവാസൻ കോൺഗ്രസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ആ ഒരു രാഷ്ട്രീയ നിരീക്ഷണമായി കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കോൺഗ്രസിനെ പുറത്താക്കുക BJP ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ പുറത്താക്കാൻ CPM-ന്റെ കൂടെ ചേരാം. BJP അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം CPM-നെ പുറത്താക്കാം, നേരിട്ട് പുറത്താക്കാം. BJP നേരിട്ട് പുറത്താക്കാന്നല്ല, അവര് പറയുന്ന തിയറി എന്താണെന്ന് വെച്ചാല് ഇപ്പൊ കൂടുതൽ കാലം ഭരിക്കുന്നതോറും ബംഗാളിലൊക്കെ 33 കൊല്ലം ഭരിച്ചല്ലോ CPM, അങ്ങനെ തകർന്നു ഒന്നുമില്ലാണ്ടായി. അതേപോലെ BJP പ്ലാൻ ചെയ്യുന്നത് ഇവർക്ക് തുടർച്ചയായിട്ട് കുറച്ചും കൂടി ഭരണം കൊടുത്തിട്ട് അവർ സ്വയം തകർന്നോളുന്നതാണ്. അധികാരങ്ങൾ കൊടുത്തിട്ട് സ്വയം ഇത് തന്നെയാണ് സംഭവം. ഇതിനകത്ത് അലയൻസിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ല എങ്കിൽ കൂടെ ഈ ഭരണ തുടർച്ച എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് വിജയമൊന്നുമല്ല. ഭരണ തുടർച്ച അടുപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ വെറുക്കും. ഇപ്പം ഭരണവിരുദ്ധ വികാരം ഉണ്ടായതിന്റെ മെയിനായിട്ടുള്ള റീസൺ അങ്ങനെയാണ്. അപ്പോൾ ഭരണ തുടർച്ച കിട്ടുന്ന അപകടമാണ്. അപ്പോൾ ഭരണ തുടർച്ച കിട്ടുകയും നല്ലൊരു പ്രതിപക്ഷം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ ഭ്രാന്ത് പിടിക്കും. അങ്ങനെ BJP-ക്ക് കയറാം. അതാണ് സുരേന്ദ്രൻജി അവിടെ മന്ത്രിക്ക് മുറിയൊക്കെ പണിയുന്നത്, വിജയികൾക്ക് ടാറ്റ കൊടുക്കാനായിട്ട് ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അയ്യോ, എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ കുറേയധികം ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഉള്ളത് കൊണ്ട് അധികം പെട്ടെന്ന് നമ്മൾ ചാണകക്കുഴിയിലേക്ക് ഊളിയിടേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ലെറ്റ്സ് സീ, വെയിറ്റ് ചെയ്യാം. അവസാനം വരെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ വൈകാരികമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ആ ഒരു രാഷ്ട്രീയം. നമ്മളെങ്ങനെയാണ് നമ്മളുടെ പൂർവികർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മതരാഷ്ട്ര ചിന്തയിലേക്കൊക്കെ പോവാതെ മനസ്സൊക്കെ പക്വതയോടെ വയ്ക്കുക. നല്ല ഹാപ്പി ആയിട്ട് പോകട്ടെ. എല്ലാവർക്കും നന്ദി.